ടൗൺഷിപ്പ് ഗുണഭോക്തൃ ലിസ്റ്റിലെ അപാകത ചൂണ്ടിക്കാട്ടി ഇന്നും മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പ്രതിഷേധം. സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റിന് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കളക്ടറേറ്റിൽ നിന്നും തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ദുരന്ത ബാധിതരുടെ പ്രതിഷേധം. സമരക്കാരുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. ടൗൺഷിപ്പിന്റെ നിർമ്മാണം 27-ന് ആരംഭിക്കാനിരിക്കെ ഗുണഭോക്തൃ ലിസ്റ്റിലെ അപാകത ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതർ പ്രതിഷേധത്തിലാണ്. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ഇന്നും സമരം നടന്നു. ആധാർ, റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കളക്ടറേറ്റിൽ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ദുരന്തബാധിതർ എത്തിയത്. ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ദുരന്തബാധിതർ സമരത്തിനെത്തി. പക്ഷെ ഞങ്ങൾക്കൊരു ഇരിക്കാനൊരു വീട് വേണം. ഇതിപ്പോ എന്റെ രണ്ടാമത്തെ ദുരന്തമാണ്. എന്റെ 2 വീട് നഷ്ടപ്പെട്ട് അച്ഛനും ആങ്ങളെയും നഷ്ടപ്പെട്ടു. ഇതുവരെ ഒരു എന്താ പറയാ, ഒരു ധനസഹായം ഒന്നുമില്ല. ഒരു സഹായം ഞങ്ങൾക്കില്ല. വാടക വരെ ഞാൻ വാങ്ങണില്ല. ഞാൻ ബന്ധുവീട്ടിലേക്ക്. ചികിത്സ മുടങ്ങിയവരെയും 300 രൂപ ധനസഹായം ലഭിക്കാത്തവരെയും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. പട്ടികയിൽ ഉൾപ്പെടാത്ത സ്കൂൾ റോഡിലെയും പടവെട്ടിക്കുന്നിലെയും റാട്ടപ്പാടി, മുണ്ടക്കൈപ്പാടി എന്നിവിടങ്ങളിലെ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ദുരന്തബാധിതർ ആവശ്യപ്പെടുന്നു. കിട്ടിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാടകയും നിർത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് പിന്നെ പഴയ വില്ലേജ് റോഡിലേക്ക്, അതും നീലിക്കാപ്പ് റോഡ് നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 2 ദിവസം മുന്നേ ഇത് അറിഞ്ഞിട്ടാണെങ്കിൽ കളക്ടർ ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിച്ചിരുന്നു. ഭക്ഷണം വേണോ, കൗൺസിലിംഗ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ 2 ദിവസം മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഭക്ഷണം വേണമെന്ന് പറയുമായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങൾക്ക് പണിയില്ല. പിന്നെ ഞാനും പഞ്ചായത്ത് പണിക്കാ പോകുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ മോളെ വെച്ചിട്ട് ഇവളെ അംഗൻവാടി പോകേണ്ട സമയമായി. പക്ഷെ അംഗൻവാടിയിൽ വിട്ടിട്ട് പോകാൻ എനിക്ക് ഇപ്പൊ സാഹചര്യമില്ല. മന്ത്രിയെ കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ദുരന്തബാധിതർ നിലപാട് സ്വീകരിച്ചതോടെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി റവന്യൂ മന്ത്രി കെ രാജൻ ചർച്ച നടത്തി. പരാതികൾ അനുഭാവപൂർവ്വം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ച് ദുരന്തബാധിതർ മടങ്ങിയത്. അമൃത ന്യൂസ്, വയനാട്.